എന്നാൽ അതിൽ എത്ര പേരോട് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്? എത്ര പേരെ നാം ഹൃദയം കൊണ്ട് കേട്ടിട്ടുണ്ട്? എങ്ങനെയാണ് ഹൃദയം കൊണ്ട് സംസാരിക്കുക? എങ്ങനെയാണ് ഹൃദയം കൊണ്ട് കേൾക്കുക? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളൊക്കെ അസുഖം വരുമ്പോ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്ന ആളുകളാണ് അല്ലെ. രണ്ട് വിധം ഡോക്ടർമാരെ നമ്മൾ സാധാരണ പറയാറുണ്ട്. എങ്ങനെ? ചെല്ലുമ്പോ തന്നെ ചിരിച്ച് നമ്മളെ സ്വാഗതം ചെയ്യണം അല്ലെ. നമ്മളെ ഉമ്മമാരെയൊക്കെ കൊണ്ടുപോകുമ്പോ എന്താ ഉമ്മ, എന്ത് പറ്റി നിങ്ങക്ക് അല്ലെ, ഉമ്മാന്റെ കയ്യുമ്മയൊക്കെ ഒന്ന് പിടിക്കുന്ന, സ്നേഹത്തോടെ സംസാരിക്കുന്ന, എന്നിട്ട് ആ സ്റ്റെതസ്കോപ്പ് ആ നെഞ്ഞത്ത് വെച്ച് പരിശോധിക്കുന്ന ഡോക്ടർമാരുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഒരു വിഭാഗം ഡോക്ടർമാരുണ്ട്, മുഖത്ത് പോലും നോക്കാതെ വളരെ ഗൗരവം അല്ലെ. ഈ ലോകത്ത് ഗൗരവം കണ്ടുപിടിച്ചത് തന്നെ അവരാന്ന് വിചാരിക്കും. അത്രയും ഗൗരവ മുഖത്താണ് അണിഞ്ഞ് ഇരിക്കുന്ന ഡോക്ടർമാരുണ്ട്. നമ്മൾ ഇതിൽ ഏത് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവാനാണ് വീണ്ടും ആഗ്രഹിക്കുന്നത്? ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ സാധാരണ നമ്മൾ വീണ്ടും ആഗ്രഹിക്കാറില്ല. പക്ഷെ എന്നാൽ പോലും വീണ്ടും പോകേണ്ടി വന്നാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മെ സ്വീകരിക്കുന്ന, നമുക്ക് പുഞ്ചിരി തരുന്ന, നമ്മെ ഹൃദയം കൊണ്ട് വരവേൽക്കുന്ന ഡോക്ടർമാരെയാണ്. സംശയമില്ല അല്ലെ. അതുപോലെ തന്നെയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ടീച്ചേഴ്സ്. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറവും ഓർത്തിരിക്കുന്ന, കാണുമ്പോൾ ഓടിച്ചെല്ലുന്ന കുറച്ച് ടീച്ചർമാരുണ്ട്. അവർ നമ്മളെ ഹൃദയം കൊണ്ട് കൂട്ടിപ്പിടിച്ചവരായിരിക്കും. അവർ നമ്മെ ഹൃദയം കൊണ്ട് കേട്ടവരായിരിക്കും. അവരുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നവയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഹൃദയം കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് സംസാരിക്കുക.